ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ LDF-ന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് മന്ത്രിപ്പട നിലമ്പൂരിലേക്ക്. UDF-ന്റെ പ്രധാന നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യും. കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യം പരമാവധി മണ്ഡലത്തിൽ ഉറപ്പിക്കുകയാണ് BJP. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കാൻ ഒരുങ്ങുകയാണ് PV അൻവർ. പെരുന്നാളിന്റെ ആഘോഷത്തിലും തിരക്കിലുമായിരുന്നു നിലമ്പൂരും നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളും. നാളെ മുതൽ വീണ്ടും ശക്തമായ പ്രചാരണം. M സ്വരാജിന് വോട്ടഭ്യർത്ഥിച്ച് മുക്കിലും മൂലയിലും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കാനാണ് LDF ക്യാമ്പിന്റെ തീരുമാനം. നാളെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും OR കേളുവും മണ്ഡലത്തിലുണ്ട്. വരും ദിവസങ്ങളിൽ മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, റോഷി അഗസ്റ്റിനും നിലമ്പൂരിലുണ്ടാകും. 13-ാം തീയതി മുതൽ 3 ദിവസം മുഖ്യമന്ത്രിയുടെ പര്യടനം. റാലികളിൽ പങ്കെടുക്കും. LDF ഇങ്ങനെ പദ്ധതിയിടുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ തന്നെ പ്രചാരണത്തിനായി മണ്ഡലത്തിലെത്തിക്കാനാണ് UDF ശ്രമം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, കോൺഗ്രസിലെ യുവ നേതാക്കൾ എന്നിവർ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തും. LDF വികസന നേട്ടങ്ങൾ പറയുമ്പോൾ ഭരണത്തിന്റെ പോരായ്മകൾ പറയുകയാണ് UDF. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരെ വീണ്ടും കൊണ്ടുവരാനാണ് NDAയുടെ ശ്രമം. സ്വതന്ത്രനായിട്ടാണ് PV അൻവർ മത്സരിക്കുന്നതെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ മണ്ഡലത്തിലെത്തിക്കാൻ അൻവർ ക്യാമ്പും നോക്കുന്നു. നേതാക്കളുടെ ഓരോ ആരോപണങ്ങളും വാക്കുകളും അളന്നു മുറിച്ച് ചർച്ച ചെയ്യപ്പെടാം. വരും ദിവസങ്ങളിൽ നിലമ്പൂരിൽ പൊടിപാറും പ്രചാരണം ഉറപ്പ്. ടീം 24 നിലമ്പൂർ.